എന്റെ കണ്ണു മുമ്പ് പോലും ഇനി വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് കുറിഞ്ഞു. നാളത്തെ പോലെ അല്ല. ഒരൊറ്റ കാര്യം വേണ്ടേ, മസൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയത് നാജില ഷാൻ യൂട്യൂബർ ആണ്. ഇവർക്ക് ഇവരുടെ മക്കളിൽ ഒരു മോളുണ്ട്. ഈ മോളെ വെച്ചാണ് ഈ വൃത്തികെട്ട സ്ത്രീ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പോരാഞ്ഞിട്ട് ആ കൊച്ചിനെ കൊണ്ട് എങ്ങാണ്ട് 15 സംതിങ് എന്തോ വയസ്സുള്ള, അത്രയോ ആയിട്ടില്ലാന്ന് തോന്നുന്നു, ആ കൊച്ചിനെ കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാ പണിയും ഈ സ്ത്രീ എടുപ്പിക്കും. ഈ സ്ത്രീയുടെ കാര്യം പറയുവാണെങ്കിൽ അത് അതിന്റെ അപ്പുറത്തെ കോമഡിയാണ്. ആദ്യം ഒരെണ്ണത്തിനെ കെട്ടി അയാള് കളഞ്ഞിട്ട് പോയി. പിന്നെ രണ്ടാമത് വേറൊന്നിനെ കെട്ടി, അതിലും ഒരു കൊച്ചുണ്ട്, അയാളും കളഞ്ഞിട്ട് പോയി. മൂന്നാമത് കെട്ടിയതും കൊച്ചുണ്ട്, കളഞ്ഞിട്ട് പോയി. ഇപ്പൊ 4ാമത് ഒന്നിനെ കെട്ടിയിട്ടുണ്ട്. അതിലെങ്ങാണ്ട് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. കെട്ടുക, പിള്ളേരെ ഉണ്ടാക്കുക, കെട്ടുക, പിള്ളേരെ ഉണ്ടാക്കുക, ഇത് മാത്രമാണെന്ന് തോന്നുന്നു ഈ സ്ത്രീയുടെ ഒരു ഹോബി. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. ഇവർക്ക് വളർന്നു വരുന്ന ഒരു മോളുണ്ട്. ആ മോൾക്ക് ഇവർ എന്ത് മെസ്സേജ് ആണ് ഇതിലൂടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഇതാണ് ഇവരുടെ മെയിൻ ഒരു ഡയലോഗ്. എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. വിചാരിച്ചിട്ടല്ല. വിചാരിച്ചിട്ടില്ലേ പിന്നെ എന്തിനാ തളയുന്ന ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയേക്കുന്നേ? വീഡിയോയില് മൊത്തം ആ കൊച്ചിനെ പറയാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. ആ കൊച്ചിനെ പോറ്റി വളർത്തിയതിന്റെ കണക്ക് വരെ ഈ സ്ത്രീ ഇരുന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പേ മോൾ ഉമ്മാരെടുത്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റഹീമിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ റഹീം എന്ന് പറയുന്നതാണ് ആ പെൺകൊച്ചിന്റെ യഥാർത്ഥ ഫാദർ. ഒരൊറ്റ കാര്യം വേണ്ടേ, മസൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയത് കാണും. ആ പെൺകൊച്ചിനെ പിടിച്ചിരുത്തി സ്നേഹത്തോടെ ഒന്നും കൂടെ ഒന്ന് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഈ ഷാൻ എന്ന് പറയുന്ന 4ാമത്തെ തന്ത, ഈ നാറി ആ കൊച്ചിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കം പുറത്തു വരും. അത് ഉറപ്പാ. ഒന്ന് കൗൺസിൽ ചെയ്താൽ മതി. ചൈൽഡ് ലൈനിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ, അതായത് ഈ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനും ഈ നാജിയ എന്ന് പറഞ്ഞ ആളുടെ അമ്മയും കൂടെ ദയവ് ചെയ്ത് ആ മറ്റേ ഒരു 1.5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിന്റെ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലൈൻകാര് നിൽക്കരുത്. അപേക്ഷയാണ്. അവര് കംപ്ലൈന്റ് തന്ന സമയത്ത് തന്നെ നിങ്ങൾ വല്ല മൂവ്മെന്റും ആ സമയത്ത് എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഇരുന്നേനെ. അതേ വീഴ്ച ഇവിടെ കാണിക്കരുത്. താമസിച്ചത് അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കറക്റ്റ് 3500 രൂപ വാടക. അന്ന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരെടുത്ത് എന്റെ മക്കളെ നോക്ക്. അപ്പൊ എന്നെ നിന്നുള്ളതെല്ലാം ഊറ്റി മേടിച്ച് ഞാൻ ഷെറൻ സ്കൂളിൽ 13,000 രൂപ കൊടുക്കാണ്ടെന്ന് എന്റെ തള്ള പറഞ്ഞു. 6,000 സംതിങ്ങിന്റെ കാര്യം എനിക്ക് അറിയാവും. ഞങ്ങളെന്ന് വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാ മടവൂർ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോവാൻ ഒരുങ്ങിയതാണ്. അപ്പൊ നോക്കിയപ്പോ വേഗം തൂക്കിയപ്പോ നാവായിരപ്പുറത്ത് പോണ്. ഇത്രയും കാലം റഹീമേ, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ, അന്ന് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു, അന്ന് കുട്ടീനെ ചെലവ് വയ്ക്കാൻ പറഞ്ഞിട്ടാ. എനിക്കൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഉമ്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് ആസിഡ് കുടിയും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. ഈ ഷാൻ എന്ന് പറയുന്നവനുമായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചതായിരിക്കും നിങ്ങളുടെ ഡിപ്രഷനിൽ ഉമ്മ കൊണ്ട് തള്ളിയിട്ടതല്ലേ? ആയിരിക്കും. അതിന്റെ ഡിപ്രഷൻ ആയിരിക്കും. കൊണ്ടുപോയത് ഉമ്മയാണ്. എന്റെ പാപ്പ ഗൾഫിലായിരുന്നു. അതിൽ നിന്നുള്ള ആഘാതമുണ്ട്. ഞാൻ ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് വളർന്നത്. അവിടെ ആസിഡ് കുടിയും കാര്യങ്ങളും ബഹളവും പ്രശ്നവും. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കല്യാട്ടിന്റെ അവിടെ രാത്രി വന്നിരുന്ന് ചരട് വാരി എറിയും. ഇവിടെ കരഞ്ഞോണ്ടോടും നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളുടെ അമ്മ അവളെ ചെയ്ത അത്രയൊന്നും ഞാൻ എന്റെ മോളെ ചെയ്തിട്ടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ കൊച്ചിനെ ഈ പിശാശ് ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ എന്റെ അമ്മ എന്നെ ഉപദ്രവിച്ച എത്രയൊന്നും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. 3 ഭർത്താവിലുള്ള 3 മക്കള് എന്റെ സമൂഹത്തില് ഒരാളുടെ ഫോൺ വിളിച്ച് പറഞ്ഞു ഒരു അടിമ സ്ത്രീയായിട്ട് എന്റെ മുദ്ര കുത്തി. ഒരു പെറ്റതള്ളയും പറയില്ല. അതിനുശേഷം ഞാൻ ക്ഷമിച്ചോളാം. എനിക്ക് കുറച്ച് ചോറും കറികളൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ. ഇല്ലാതുണ്ട് 5.5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ കടവള കൈകളിൽ മേടിച്ചതാണ്. 1 പവന്റെ ഒരു കൈച്ചൈ നോഫലിന്റെ മേടിച്ചതാണ്. ഗൾഫിന്നുണ്ട്. ഒരു ചെവിമാട്ടി കാതിടുന്ന ഒരു മോതിരം. ഞാൻ 10,000 രൂപ കൊടുത്തു വാങ്ങിയ മോതിരം.
അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. പിന്നെ ഒരു കഴിച്ചേ മുത്തുമോന്റെ എല്ലാവരുടെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ അവര് പറഞ്ഞു അത് വാങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് യൂട്യൂബിന്റെ ഏണിങ്സ് വന്ന് ഷെറിൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നു. അനിയൻ എന്നെ പൊന്നി പെണ്ണെ നാളെ 15,000 രൂപ വേണം. അതുമാണ് ഞാൻ ഉമ്മാരെ കൊടുക്കൂലെന്ന് പറഞ്ഞിക്കാം. വയറ്റി കിടക്കുന്ന കുഞ്ഞാണ് സത്യം. കയ്യിലെല്ലാം എണ്ണി കൊടുക്കണം അടുക്കള ഭാഗത്ത് നിന്ന്. എന്നെ എല്ലാം വെച്ചിപ്പിച്ച് എന്റെ വസ്തു ഒന്ന് ജപ്തി ഘട്ടത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ ശല്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കില്ല. ഇത് സത്യം അറിയാവുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. അതാണ്, ഉമ്മേനെ പണ്ടേ ഇഷ്ടമല്ല. കാരണം ഇവരുടെ പേക്കൂത്തിനൊന്നും ആ ഉമ്മ കൊണ്ടുപോയി കൂടെ നിക്കത്തില്ല. ഇവരുടെ എല്ലാ വൃത്തികേടും ഈ ഉമ്മ ഷെഫീന ബേബി എന്ന് പറയുന്ന ആ സ്ത്രീയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്കത് അത്ര പിടിക്കത്തില്ല. നാട് നീളെ നടന്ന് കെട്ടുക, കൊച്ചിനെ ഉണ്ടാക്കുക, കെട്ടുക, കൊച്ചിനെ ഉണ്ടാക്കുക, ഇതാണ് പരിപാടി. പിന്നെ എങ്ങനെ ആ ഉമ്മ പറയാതിരിക്കും? അവർക്ക് തന്നെ നാണക്കേടാണ് ഇതുപോലൊരു മോളുണ്ടെന്ന് പറയുന്നത്. ഇവരെ ഫോളോ ചെയ്ത് ഇവരെ ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോ പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാരോടൊന്നേ പറയാനുള്ളൂ, വിഡ്ഢികൾ. അല്ലാണ്ട് പിന്നെ എന്തോന്ന് പറയാനാ? എന്റെ കണ്ണില് കാണാത്ത കാഴ്ച കണ്ടു. കണ്ണില് കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടത് നീയല്ല, ആ ഉമ്മയാണ്. മനസ്സിലായോ? ഒരു മോളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടവന്മാരുടെ കണ്ടത് ആ ഉമ്മയാണ് മോളെ, അല്ലാണ്ട് നീ അല്ലടി. എന്റെ വായില് വേറെന്തൊക്കെയോ വരുന്നേ. എന്നിട്ട് ഉമ്മ ഇപ്പൊ മോശക്കാരി, ഉമ്മയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറയാനാണ് മോളിപ്പോയി വന്നിരുന്ന് മെഴുകുന്നതെങ്കില് കാര്യമില്ല. എന്റെ മോളെ എങ്ങനെ വളർത്തും? ഉണ്ടാക്കുമ്പോ ആലോചിക്കണമായിരുന്നു എങ്ങനെ വളർത്തുന്നുള്ളത്. അല്ലാണ്ട് നാട്ടുകാര് വന്നിട്ടല്ല നീ മോളെ എങ്ങനെ വളർത്തുന്നു നോക്കേണ്ടത്, നിനക്ക് ചെലവിന് വരേണ്ടത്. മനസ്സിലായോ? പണിക്ക് പോയിട്ട് പിള്ളേരെ നോക്കടേ. കെട്ടി കെട്ടി നടക്കാതെ നല്ല അന്തസ്സായിട്ട് വല്ല പണിയും എടുത്ത് ജീവിക്ക്. ഭർത്താക്കന്മാരുണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നും ഇവിടെ ഒരു നിയമവും ഇല്ല. എന്റെ മോളൊന്നും പറഞ്ഞില്ല കേട്ടാ. അവരടുത്ത് പറഞ്ഞേ ഞാൻ തൊട്ടിലിന്റെ കയറിൽ കെട്ടി തൂക്കിയത്. സ്കൂളിൽ ടോപ്പ് ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അടിച്ചിട്ടുണ്ട്. മുത്തുമോന്റെ കയ്യിൽ ഒരു അടയാളവും ഇല്ല. ഇവര് ഈ 3 മക്കളെ കൊണ്ട് പഞ്ചായത്തിൽ പോയി. മുത്തുമോനെ, പിച്ചുമോനെ, ഇവര് കള്ളയില്ലാത്ത മക്കളല്ലേ. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും കയറിന് കെട്ടി തൂക്കേ ചാർജറിന് അടിക്കുകയും ചെയ്തിട്ടുണ്ടോ മക്കളെ? ഈ പിള്ളേരെ അടിച്ചു എന്നല്ല പറഞ്ഞത്, ആ കൊച്ചിനെ അടിച്ചു എന്നാണ് പറഞ്ഞത്. സമയത്ത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ച. എനിക്ക് മോളായോണ്ട് ഒരു ആലോചന വരൂലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ ചേർത്ത് പിടിച്ചില്ല ആരും. അമ്പറുകളെ കിടന്നും പാലെടുത്തും നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 550 രൂപ പാലും 150 രൂപ പാല് ഞാൻ എടുത്തെടുക്കാം. കണക്കും കൂടെ പറ. സ്വന്തം മോളെ പ്രസവിച്ചിട്ട് അതിന് ചെലവിന് കൊടുത്ത കണക്ക്. ഉളുപ്പ് വേണം സ്ത്രീയെ. മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പോറ്റുക, വളർത്തുക, അതിനൊരു നിലയ്ക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാ, അല്ലാണ്ട് നാട്ടുകാരുടെ കടമയല്ല. നിങ്ങൾ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടോ, പോറ്റിക്കോണം. അല്ലാതെ ഞാൻ ഇത്ര കൊടുത്തു, ഇത്ര വാങ്ങി, ഇത്ര ഉണ്ടാക്കി, ഇത്ര ഇത് ചെയ്തിട്ടാ വിട്ടേ എന്ന് പറഞ്ഞ കണക്ക് പറയുമ്പോ ഉളപ്പുണ്ടോന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കുറഞ്ഞ ഡ്രസ് എടുക്കുമ്പോ അവൾക്ക് ഞാൻ കൂടിയതാണ് എടുക്കുന്നത്. പക്ഷെ ഇക്ക വന്നേ കുടിച്ചിട്ട് അന്നൊരു പ്രശ്നം വന്നപ്പോ വെള്ളം ഒഴിച്ച് അല്ലേ, അതാണ് അവിടെ പറയണത്. അത് തെറ്റുപറ്റിപ്പോയി, ഏറ്റു പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി. ഇവരൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഫോളോ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇറങ്ങിപ്പോ. ഇവരൊക്കെ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരാ. അതല്ലെങ്കിൽ ഒരു കോപ്പ് ഇവർക്ക് ചെയ്യാനില്ല. നിങ്ങളെ കുറെ സിമ്പതിക്ക് വേണ്ടിയിട്ട് കുറെ കരയുക, നിലവിളിക്കുക, ആ പെങ്കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അൽഹംദുലില്ലാ, ഇതാണ് അവരുടെ ഡയലോഗ്. ആ പെങ്കൊച്ചിനെ വിളിച്ചിരുത്തി വീഡിയോ ചെയ്യുക. അയ്യോ ഇത്ര വേണം, അത്ര വേണം, അത്ര ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കും. കാരണം ആ പെങ്കൊച്ചാണ്. ആ പൈസ എടുത്തിട്ട് ദൂർത്തടിക്കുക. ഇതൊക്കെയാണ് ഇവര് ചെയ്യുന്നത്. നിങ്ങളെയാണ് ഇവര് പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചതിന്റെ പേരില് അവര്, അതായത് ഈ ഇവരുടെ അമ്മയും ഇവരുടെ ആദ്യ ഭർത്താവും കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്ത് ആ കൊച്ചിനെ എല്ലാരും കൂടെ ഇടപെട്ടിട്ട് ഇപ്പം ഈ അമ്മമ്മയുടെ കൂടെ ആക്കിയിട്ടുണ്ട്. ഇവർക്ക് ആ കൊച്ചിനെ തിരിച്ചു വേണം. തിരിച്ചു വന്നിട്ട് ഈ പെങ്കൊച്ചിനെ വെച്ചിട്ട് വീണ്ടും യൂട്യൂബിൽ ഇൻകം ഉണ്ടാക്കണം. അതിനുള്ള നാടകം മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്.
ഇവർക്കെതിരെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ മൊത്തം തെറി വിളിക്കലാണ് ഈ വൃത്തികെട്ട സ്ത്രീയുടെയും ആ കൂടെ ഇരിക്കുന്നവന്റെയും പരിപാടി. ഇനി എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ അടുത്ത് കടന്ന് കണക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലത് തിരിച്ചു പറയും. ബാക്കി എല്ലാ ആൾക്കാരോടും കളിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാൽ മതി. ശരിയാണ്.